വെറും 50 രൂപ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ദിവസം 50 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു കോടീശ്വരനാവാൻ പറ്റുമോ? മ്യൂച്വൽ ഫണ്ട് SIP-യിലൂടെയാണ് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഉത്തരം പറ്റുമെന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കാൻ മാത്രമല്ല, കൂടുതൽ ആളുകൾ അതിലേക്ക് കടന്നു വരാനും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ മലയാളികൾ ഷെയർ മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ തലമുറ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന സെക്ഷനിലേക്ക്, മ്യൂച്വൽ ഫണ്ട് എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാണെങ്കിൽ, നമ്മുടെ ഭാവിയിൽ വരുന്ന ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ് മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം നമ്മൾ FD ഇട്ടാലും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റും സാധാരണ ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളെല്ലാം നമ്മുടെ ഭാവിയെ കണ്ട് ഇൻഫ്ലേഷൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിട്ടേൺസ് ഒന്നുമില്ലാത്തൊരു രീതിയിലാക്കി മാറുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിട്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ഒരു ചെറിയ എമൗണ്ട്, ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വെറും 50 രൂപയുടെ ഒരു കാര്യമാണ്. ദിവസം 50 രൂപ മാറ്റി വെച്ച് അല്ലെങ്കിൽ ദിവസം 50 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ 1 കോടി രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ എടുക്കാം. 50 രൂപ 2 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില ആപ്പുകളിൽ, ഇപ്പോൾ Paytm പോലെയുള്ള ആപ്പുകളിൽ ഡെയിലി SIP എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 50 രൂപ വെച്ച് അവർ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്തപ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ആപ്പിൽ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 50 രൂപ മാറ്റി വെച്ചാൽ അവർ മാസം 1500 രൂപ എന്നുള്ള രീതിയിൽ മാസം 1500 ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചില ബ്രോക്കർമാർ അല്ലെങ്കിൽ ചില ആപ്പുകൾ വീക്ക്ലി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിലെ കാൽക്കുലേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടി മാസം 1500 എന്നുള്ള കണക്കാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ Paytm പോലുള്ള ആപ്ലിക്കേഷൻസിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് അവരുടെ ഏതാണോ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് അതുവഴി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മാസമായാലും ദിവസമായാലും ഇപ്പോൾ 1500, അതായത് 50 രൂപ വെച്ച് മാറ്റി വെക്കുമ്പോൾ ഒരു മാസം കിട്ടുന്ന എമൗണ്ട് ആയി 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കാം. ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഇൻഡെക്സ് ഫണ്ടിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലായിരിക്കണം. അപ്പോൾ അതിലാണ് കൂടുതൽ നമുക്ക് റിട്ടേൺ. ഇപ്പം ഈ 15% എന്ന് പറഞ്ഞാൽ ഞാനൊരു ആവറേജ് റിട്ടേൺ ഇട്ടതാണ്. ഇപ്പം നമുക്ക് നല്ല ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഈ ഒരു ഷെയർ മാർക്കറ്റിന് ഇപ്പോൾ ഒരു ബൂമുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇനി അടുത്തൊരു 10-30 വർഷത്തേക്ക് ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ വലുതായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുകയും ഇവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 15% എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു പെർസെൻറ്റേജ് ആയിരിക്കും. അതിൽ കൂടുതൽ തന്നെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 15% എങ്കിൽ കൂടി നിങ്ങൾ 1500 ഇൻവെസ്റ്റ് ചെയ്യാണ്, 15% ഇൻവെസ്റ്റ് ചെയ്യാണ്, 30 വർഷത്തേക്കാണ്. അതായത് ലോങ് ടൈം ആണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് 1 വർഷം 2 വർഷം 3 വർഷം ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത് ഒന്നും കിട്ടില്ല. നിങ്ങൾ ഇതൊരു ലോങ് ടൈമിൽ, ഇപ്പം നിങ്ങൾക്ക് 30 വയസ്സുള്ള ഒരാളാണ് എങ്കിൽ അടുത്തൊരു 30 വർഷത്തേക്ക് നിങ്ങളുടെ 60ാമത്തെ വയസ്സിൽ ഉള്ളൊരു ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ലോങ് ടൈം വിഷനിന് വേണ്ടിയിട്ട് വേണം SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആവറേജ്, അതായത് മാർക്കറ്റ് പലതരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ഈ ഒരു 30 വർഷം എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ കടന്നു പോകും. അപ്പോൾ ആ ഒരു ഓരോ സിറ്റുവേഷനിലും മാർക്കറ്റിൽ നിങ്ങളുടെ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആവറേജ് ആവുകയും അപ്പോൾ അതിന് നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈം പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഇവിടെ കാണാം. ഏകദേശം നിങ്ങൾ 5,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 99 ലക്ഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിട്ടേൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് 1 കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിൽ റിസ്ക് ഉണ്ട്. മാർക്കറ്റ്, ഇതിൻ്റെ റിട്ടേൺസ് എല്ലാം മാർക്കറ്റിന് ലിങ്ക്ഡ് ആണ്. മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഈ പറയുന്ന റിട്ടേൺ. അഥവാ മാർക്കറ്റ് നേരെ തിരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഗ്രോത്ത് പറയുന്ന പോലെ പോയില്ലെങ്കിൽ അതിന് തിരിച്ച് നഷ്ടസാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.